ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഒരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ്, ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതുവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. 500 ഗ്രാം ചിക്കൻ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും 2 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂണ് മൈദയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം വറുത്തെടുക്കാം. എല്ലാ ചിക്കൻ പീസുകളും വറുത്തെടുത്തു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് നല്ല വഴറ്റണം. അതിനുശേഷം നമുക്ക് സെലറി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഒനിയൻ അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതുകൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി 2 സബോള ചെറിയ പീസുകളാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി മിക്സുകളെല്ലാം ചേർക്കാൻ പാടുള്ളൂ. നമ്മുടെ സബോള കറക്റ്റായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
അതിനുശേഷം 1 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് അതുകൂടി നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ്, ഒരു ചെറിയ കപ്പിൽ 1/4 കപ്പ് സോയാ സോസാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അതാണ് ഇതിന് മെയിനായിട്ടും വേണ്ടത്. സോയാ സോസ് ഒഴിക്കുമ്പോഴാണ് ആ ചൈനീസ് സ്റ്റൈലിലേക്ക് ഇത് മാറുന്നത്. അപ്പം നമുക്ക് സോസ് കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. അതിൻ്റെ ഗ്രേവി ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഗ്രേവിയെല്ലാം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസുകളിലേക്കെല്ലാം ഈ ഗ്രേവി ഒന്ന് നല്ലോണം പിടിക്കും വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടണം. അത് ആ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. 1/2 സ്പൂണാണ് ഞാനിടുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും നമുക്ക് നല്ലൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാവുള്ളൂ. കൂടുതൽ സമയം വേവിക്കരുത്. കാരണം ആ മല്ലിയിലയുടെ എല്ലാം ഒന്ന് കളറ് മാറാൻ പാടില്ല. കറക്റ്റ് പച്ച കളറിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ചിക്കൻ മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പരുവായി, നല്ല കളറും ടേസ്റ്റും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചൈനീസ് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.